ഈ സ്കൂളിലെ കുഞ്ഞുങ്ങളാണ് ഇത് വിതയ്ക്കാൻ ഉദ്ഘാടനത്തിനും കുഞ്ഞുങ്ങൾ വന്ന് വിതച്ചതാണ്. ഇപ്പോൾ 120 ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് സന്തോഷത്തോട് ഞങ്ങൾ കൊയ്യുവാണ്. കുഞ്ഞുങ്ങളെ കൊണ്ടാണ് ഇത് കൊയ്ക്ക് തുടങ്ങുന്നത്, ഉദ്ഘാടനം ചെയ്യിക്കുന്നത്. ഓക്കെ, താങ്ക് യു. സ്കൂളിന്റെ പേര് പറഞ്ഞേ. 120 ദിവസങ്ങൾക്ക് മുമ്പ് കോഴഞ്ചേരി ഈസ്റ്റ് ഗവൺമെൻറ് UP സ്കൂളിലെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ച് വിതച്ച കണ്ടമാണ് ഇന്ന് 120 ശേഷം കൊയ്ത്ത് എടുക്കുന്നത്. നല്ല വിളവുണ്ടായിരുന്നു. എങ്കിലും ചെറിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ പന്നിയുടെ ശല്യം നമുക്കുണ്ടായിരുന്നു. ഗവൺമെൻറ്റിന് ശാശ്വതമായ ഒരു പരിഹാരത്തിന് വേണ്ടി പഞ്ചായത്ത് തലത്തിൽ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഇതിൻ്റെ എല്ലാം അർത്ഥമെന്ന് പറഞ്ഞാൽ അടുത്ത തലമുറ കുഞ്ഞുങ്ങൾ ഈ നെൽകൃഷിയെക്കുറിച്ച് പഠിക്കാനും എന്താണ് നെല്ല്, എന്താണ് അരി, എങ്ങനെയാണ് ഈ ചോറുണ്ടാകുന്നത് എന്ന് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി ഓഫീസർ നേതൃത്വത്തിലും ബഹുമാനപ്പെട്ട അധ്യാപകർ നേതൃത്വത്തിലും കുഞ്ഞുങ്ങളെ ഒരു കർഷക കുഞ്ഞുങ്ങളായിട്ട് മേക്കപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതിന് പ്രത്യേകം ഞാൻ കോഴഞ്ചേരി ഈസ്റ്റ് ഗവൺമെൻറ് UP സ്കൂളിനെ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങളുടെ ഭരണസമിതി, കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി എല്ലാത്തിനും മുൻപിൽ തന്നെയുണ്ട്. എല്ലാ കാര്യത്തിനും പ്രത്യേകിച്ച് കൃഷി ഓഫീസറെ എടുത്തു പറയണം. അദ്ദേഹമാണ് ഇതിനെല്ലാം ഉത്തരവാദിത്വം നേതൃത്വം എടുക്കുന്നത്. ഒരു ഇംപ്ലിമെന്ററി ഓഫീസറിന്റെ അതിനേക്കാൾ കവർ ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ ഞങ്ങളോട് പഞ്ചായത്തിനോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പച്ചക്കറിയെക്കുറിച്ച് പറഞ്ഞാണ്ട് എല്ലാ വീട്ടിലും സ്വന്തമായിട്ട് പച്ചക്കറി എല്ലാ വീട്ടിലും എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത പ്രൊജക്റ്റ് ഞങ്ങൾ പുതിയ പ്രൊജക്റ്റുമായിട്ട് ഞങ്ങൾ വരികയാണ്. അതിനും എല്ലാ സഹകരണവും വേണം. ഈ വന്നിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും പ്രത്യേകിച്ച് കോഴഞ്ചേരി ഈസ്റ്റ് UP സ്കൂളിലെ പ്രത്യേക അധ്യാപകരെ എല്ലാം ഞാൻ അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കർഷകരെ ഞങ്ങൾക്ക് പറയാതിരിക്കാനൊക്കത്തില്ല. ഒരു വലിയ ബുദ്ധിമുട്ടിലും കാലാവസ്ഥകൾ മാറ്റം വരുന്നുണ്ട്, പന്നിയുടെ ശല്യമുണ്ട്. എങ്കിലും ഇത്രയും വിളവ് തന്നതിന് വലിയ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കുട്ടികൾക്ക് കൃഷിയുടെ അനുഭവം പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ മുഖ്യ ആഹാരം നെല്ലരിയാണ്. അപ്പോൾ ഈ നെല്ലരി എങ്ങനെയാണ് പാടത്ത് കൃഷി ഇറക്കുന്നത്, എത്ര ദിവസം കൊണ്ടാണ് നെല്ല് നമുക്ക് വിളവെടുക്കാൻ സാധിക്കുന്നത്, അങ്ങനെ 120 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട കോഴഞ്ചേരി ഗവൺമെൻറ് UP സ്കൂളിലെ HMന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഈ നെൽപ്പാടത്ത് വിത്ത് വിതച്ച് വിദ്യാർത്ഥികളോടൊപ്പം വിത്ത് വിതച്ച് ഉദ്ഘാടനം നടത്തി. അപ്പോൾ അന്ന് നമ്മളെടുത്ത തീരുമാനമാണ് ഇതിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ നമ്മുടെ പിഞ്ചോമനകൾ ഈ നെൽപ്പാടം വന്ന് കാണുകയും നെൽച്ചെടിയെക്കുറിച്ച് അവർ പഠിക്കുകയും നെല്ല് വിളവെടുപ്പും അതോടൊപ്പം നമ്മൾ യാന്ത്രികമായിട്ട് എങ്ങനെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് നെല്ല് കൊയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ല. അപ്പോൾ ഈ വിദ്യാർത്ഥികൾ ഇതൊക്കെ കാണുകയും പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥികൾ അവരുടെ വീട്ടിലും ഉള്ള സ്ഥലത്ത് നമുക്ക് കരയിലായാലും പാടത്തായാലും എല്ലാം നെൽകൃഷി ചെയ്യാൻ കഴിയും. അതോടൊപ്പം വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ കോഴഞ്ചേരി പഞ്ചായത്ത്, നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെയും കർഷകരുടെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ സ്കൂളിൽ തന്നെ എടുത്തു പറയാൻ തക്ക രീതിയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓണത്തിന് ഒരു മുറം പൂവ് എന്നുള്ള രീതിയിൽ ഈ സ്കൂളിൽ തന്നെ പൂന്തോട്ടം ഒരുക്കുകയും അതോടൊപ്പം തന്നെ ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന ഭാഗമായിട്ട് അവിടെ പച്ചക്കറിത്തോട്ടം സ്ഥാപിക്കുകയും ഒക്കെ ചെയ്തത് സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് ഒരു പൈസ പോലും ചെലവഴിക്കാതെ അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും നമ്മുടെ ഗ്രാമപഞ്ചായത്തും ജനപ്രതിനിധികളും കർഷകരുടെ എല്ലാവരുടെയും കൂട്ടായ്മയാണ് അതൊരു മഹത്തായ വിജയമാക്കി മാറ്റി. അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട കർഷക
കർഷകരെ കുറിച്ച് 2 വാക്ക് പറയാതിരുന്നാൽ വളരെയധികം പാപം കിട്ടുമായിരിക്കും. കാരണം ഈ കുര്യൻ അലക്സാണ്ടർ മാണിവള്ളിൽ എന്ന കർഷകനാണ് ഈ ഏരിയയിൽ നെൽകൃഷി തിരിച്ചു കൊണ്ടുവന്നത്. അദ്ദേഹം 50 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നെൽകൃഷി തിരിച്ചു പിടിച്ചു കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹം മാത്രം തന്നെ ഇപ്പോൾ ഏകദേശം 60 ഏക്കറോളം സ്ഥലത്ത് നെൽകൃഷി ചെയ്യുന്നു. വളരെ ത്യാഗം സഹിച്ചാണ് നെൽകൃഷി ചെയ്യുന്നത്. കാരണം ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ശല്യം വളരെയധികം രൂക്ഷമായിരിക്കുകയാണ്. ഈ പാടത്ത് നോക്കിയാൽ നമുക്ക് ധാരാളമായിട്ട് കാണാൻ കഴിയും അതിൻ്റെ ആക്രമണം. അപ്പോൾ ഇത്രയധികം ത്യാഗം സഹിച്ച് നമുക്ക് കഴിക്കേണ്ട അരി തീൻമേശകളിൽ എത്തിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന കർഷകരെ നമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. പുലർക്കാലം